ഹായ് ഫ്രണ്ട്സ്, ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് ചൈനയിലെ ഷിയാനിലാണുള്ളത്. അപ്പോൾ ഇന്നൊരു വീക്കെൻഡാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് സിറ്റിയിൽ നിന്ന്, നമ്മളിപ്പോൾ സിറ്റിയിലാണല്ലോ ഉള്ളത്, എങ്ങോട്ടെങ്കിലൊക്കെ ഇവിടെ നിന്ന് സിറ്റിയിൽ നിന്ന് മാറിയിട്ട് നമ്മൾ ഒരു വില്ലേജ് ഏരിയാസിലോട്ടോ അല്ലെങ്കിൽ മൗണ്ടൈൻ്റെ ഏരിയാസിലോട്ടോ നമ്മുടെ ബൈക്ക് എടുത്തിട്ട് റൈഡ് പോയാലോ എന്നുള്ള പ്ലാനിലാണുള്ളത്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നത്? എങ്ങോട്ടേലൊക്കെ പോകും. നമ്മുടെ ബൈക്കിൽ ചാർജ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു സ്ഥലത്ത് എത്തുന്നു, അത് കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ചാർജ് ചെയ്യുന്നു, പിന്നെ ഒരു ദിവസം സ്റ്റേ ചെയ്തിട്ട് നാളെ വരാമെന്നുള്ള പ്ലാനിലാണുള്ളത്. അപ്പോൾ നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ ഉണ്ട് കുറേ ഈ ചീവീടിൻ്റെ ഒക്കെ സൗണ്ട് ഇവിടെ കേൾക്കാനുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ഇനി നമ്മുടെ ബൈക്കിൻ്റെ അങ്ങോട്ട് പോകുക. നമ്മുടെ ഹെൽമെറ്റൊക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഇനി അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബൈക്ക് കയറിയിട്ടുള്ള ബാക്കി വിഷ്വൽസൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. വണ്ടി എടുക്കാൻ പോകട്ടോ, നമ്മുടെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അവിടെ നിന്ന് എത്തിയിട്ടുണ്ട്. ഇവിടെ ഡോർ ക്ലോസ്ഡ് ആണ്. ഓ മാല 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 സായ് സായ് 我们是哪个国家的？我们是印度的。印度和巴基斯坦的。是的，是的，真好朋友。是的，爸爸。അപ്പോൾ നമ്മൾ എവിടുത്തെ ആൾക്കാരാണെന്നാണ് സെക്യൂരിറ്റിക്കാർ ചോദിച്ചത്. ആദ്യം ചോദിച്ചത് ഇവിടുത്തെ, കാരണം നമ്മൾ അപ്പാർട്ട്മെൻറ്റിൽ താമസിക്കേണ്ടത് വെച്ചിങ്ങനെ നമ്മൾ ഇവിടുത്തെ പ്രൂഫ് കാണിച്ചു കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു നീലക്കാർഡ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയാണ് നമ്മൾ കണ്ടത്. അതിനുശേഷം പുള്ളി എവിടത്തെയാണെന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചത്. അപ്പോൾ നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും എന്നൊക്കെ പറഞ്ഞു. പാകിസ്ഥാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ആൾക്കാർക്ക് ഭയങ്കര സ്നേഹമാണ്. അപ്പോൾ നമ്മൾ ഇന്ത്യയാണ് ആദ്യം പറഞ്ഞത്. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം സ്നേഹമുണ്ട്, എന്നാലും പാകിസ്ഥാനോട് കുറച്ചും കൂടി ഇവർക്ക് വളരെ സ്നേഹം കൂടുതലാണ്. അപ്പോൾ ഇവിടെ ഗ്രീൻ സിഗ്നലായിട്ടുണ്ട്. നമ്മൾ ഗ്രീൻ സിഗ്നലിൽ കൂടെ ട്രാഫിക് എല്ലാവരും നല്ല രീതിക്ക് ഫോളോ ചെയ്യുന്നതാണ് കേട്ടോ അവിടെ. അപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട്. ഇപ്പോൾ സമ്മറാണ് സമയം. ഡോൺ എന്താണ് പറയാനുള്ളത്? ചൂടടിക്കുന്നുണ്ടോ ഡോണിന്? ഇല്ലേ? അത്ര വലിയ ചൂടില്ല, എന്നാലും ചെറിയ രീതിക്കുള്ള ചൂടുണ്ട്. ഇതാണ് ഇവിടുത്തെ ബസ്സുകളൊക്കെ വരുന്നത്. ഇലക്ട്രിക് ബസ്സുകളാണ് മൊത്തം ഇവിടെ വരുന്നത്. അപ്പോൾ നമുക്കിനി ഇവിടെ നിന്ന് ലെഫ്റ്റ് എടുത്തിട്ടാണ് പോകേണ്ടത്. നമുക്കിങ്ങനെ ലെഫ്റ്റിലോട്ട് ഇവിടേക്ക് കയറി നിൽക്കാൻ പറ്റും. നല്ല വെയിലുണ്ട് കേട്ടോ. ഇപ്പോൾ ഇത് ട്രാഫിക് സിഗ്നൽ. ഇത് ഷിയാനിലെ ധ്യാൻഷിത്ത എന്ന് പറഞ്ഞ സ്ഥലം. ധ്യാൻഷിത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിയാനിലെ TV ടവറിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഉള്ളത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റും ഏകദേശം ഈ ഒരു സൈഡിലാണ് വരുന്നത്. അപ്പോൾ ദേ അവിടെ സിഗ്നൽ ഗ്രീൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങനെ ക്രോസ് ചെയ്ത് പോവാം. ചൈന സിറ്റി ബാങ്കൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ ഈ സിറ്റി സൈഡിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി ഇവിടെ നിന്ന് നമ്മൾക്ക് നേരെ ഒരു മൗണ്ടൈൻ സൈഡിലോട്ടോ അല്ലെങ്കിൽ പിന്നെ ഒരു വില്ലേജ് മൗണ്ടൈൻ ഏരിയാസിലോട്ടൊക്കെ പോകാനാണ് ഇന്ന് നമ്മുടെ പ്ലാൻ ചെയ്തേക്കുന്നത്. നമ്മളിങ്ങനെ ഇടയ്ക്ക് ഫ്രീ ആകുമ്പോൾ എങ്ങോട്ടെങ്കിലൊക്കെ സാധാരണ പോകലുണ്ട്. ഇപ്പോൾ ബൈക്കിൽ ആദ്യമായിട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ നമുക്ക് എന്തായാലും പോയിട്ട് അവിടുത്തെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം, എന്തൊക്കെയാണ് ഉള്ളതെന്നൊക്കെ കാണിച്ചു തരാം. കഴിഞ്ഞൊരു പ്രാവശ്യം നമ്മൾ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു മൗണ്ടൈനിലേക്ക് നമ്മുടെ ഫ്രണ്ട്സൊക്കെ കൂടി പോയിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ മെട്രോയിൽ അങ്ങനെയൊക്കെ ആയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്രാവശ്യം നമ്മൾ വെറൈറ്റി ആയിട്ട് നമ്മൾ എന്തായാലും ബൈക്കിലൊന്ന് പോയി നോക്കാമെന്ന് വെച്ചിട്ടാണ്. ഡോൺ എന്ത് തോന്നുന്നു ബൈക്ക് റൈഡ് പോകുമ്പോൾ? സൂപ്പറല്ലോ. അതെ, അതാണ് നമ്മുടെ സൈക്കിളും ബൈക്കിനൊക്കെ പോകേണ്ട വഴി. ഇതാണ് വരുന്നത്. ഒരു അമ്മച്ചി കുട്ടീനെയൊക്കെ ആയിട്ട് പോകുന്നുണ്ട് ഇവിടെ. ഇത് BYDൻ്റെ പ്രീമിയം വണ്ടിയാണ് ഗൈസ്. നമ്മളെന്തായാലും ഒരു BYDൻ്റെ ഒരു ഷോറൂമിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നതാണ് ഗൈസ്. ഇതാണ് ലോവീസ് സെൻറ്റർ എന്ന് പറഞ്ഞൊരു മോളാണിത്. ആ മോളിൻ്റെ ഷേപ്പൊക്കെ നോക്കൂ ഫ്രണ്ട്സ്, ഒരു വ്യത്യസ്തമായ ഷേപ്പിലാണ് ആ ലോവീസ് മോളുള്ളത്. ഇതേ നമ്മൾ ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ പോകുന്നുണ്ട്. ഇതിൻ്റെ ആ റൈറ്റ് എൻഡാണ് സാധാരണ സൈക്കിളിനും ബൈക്കിനൊക്കെ പോകാനായിട്ടുള്ള ഒരു വഴിയാണ് ആ റൈറ്റ് എൻഡ് വരുന്നത്. ലോവി സെൻറ്ററിൻ്റെ പാർക്കിംഗ് ആണ് കേട്ടോ. പാർക്കിംഗ് മൊത്തം ബേസ്മെൻറ്റാണ് ഇവിടെ ഫുള്ള് വരുന്നത്. പിന്നെ ഈ പച്ച വണ്ടികൾ മൊത്തം ടാക്സിയാണ്. അതിലത്തെ നമ്പർ പ്ലേറ്റ് ഈ പച്ചയും വൈറ്റും ഷെയ്ഡ് വരുന്നത് ഒന്നിലേച്ച ഹൈബ്രിഡ് വണ്ടികളായിരിക്കും, അല്ലെങ്കിൽ ഫുൾ ഇലക്ട്രിക് വരുന്ന വണ്ടികളാണ്. നമ്മുടെ ഈ വഴി കൂടെ അങ്ങനെ പോകുന്നുണ്ട് ഗായ്സ്. പിന്നെ ഇടയ്ക്ക് ഇങ്ങനെ ആൾക്കാർ ക്രോസൊക്കെ വരും കേട്ടോ.
റോങ് സൈഡൊക്കെ ഇലക്ട്രിക് വണ്ടികൾക്ക് റോങ് സൈഡ് ഇങ്ങനെ ക്രോസ് ഈ വഴി കൂടെ പോവാം, അതായത് അപ്പുറത്തെ വഴി കൂടെ അങ്ങനെ പോകാൻ പറ്റില്ല. നമുക്ക് ഈ ബൈക്കിനും സൈക്കിളിനും പോണ വഴി കൂടെയൊക്കെ റോങ് സൈഡ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണോണ്ടൊന്നും അങ്ങനെ വലിയ പ്രശ്നമായിട്ട് വരുന്നില്ല. ഇപ്പോൾ ട്രാഫിക് സിഗ്നൽ റെഡ് ആയിട്ടുണ്ട്. അതെ, ഇവിടെ ആൾക്കാർ ക്രോസ് ചെയ്യുന്നു. അതെ, അവിടെ ഒരു ബാങ്ക് ഓഫ് ചൈന ഉണ്ട്. പിന്നെ ഇതൊക്കെ അപ്പാർട്ട്മെൻ്റ് ആണ് കേട്ടോ ഫ്രണ്ട്സ്. ഈ ഒരു വഴി കൂടെ പോകുമ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഹോങ്കോങ്ങിൽ പോയ സമയത്ത്. ഹോങ്കോങ്ങിൽ ഒരുവിധം എല്ലാ റോഡുകളും ഇങ്ങനെ താഴത്തേക്ക് ഒരു സ്ലാൻഡിങ് അങ്ങനെ ഒരു കയറ്റം പോലെ ആയിരുന്നു. ഓർമ്മയുണ്ട് നമ്മൾ ഹോങ്കോങ്ങിൽ ഒരു സ്ഥലത്ത് പോയിട്ട് നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഇങ്ങനത്തെ അതേ റോഡായിരുന്നു. നീ ഓർക്കുന്നു? ഓക്കെ. നമ്മൾ ചൈനയിലോട്ട് വരുമ്പോൾ നമ്മുടെ ക്വാറൻറ്റൈൻ, അതായത് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു ഹോങ്കോങ് ത്രൂ ആയിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ ഹോങ്കോങ്ങിലൊരു 3 days ഉണ്ടായിരുന്നു നമ്മൾ. അങ്ങനെ ഹോങ്കോങ് കുറച്ച് എക്സ്പ്ലോർ ചെയ്ത സമയമായിരുന്നു. ഹോങ്കോങ് 3 to 5 days അങ്ങനെ എന്തോ ഉണ്ടായിരുന്നു. പക്ഷേ ഹോങ്കോങ് ഭയങ്കര എക്സ്പെൻസീവാണ്, നല്ല എക്സ്പെൻസീവാണ് ഹോങ്കോങ്. നമ്മൾ ചൈനേനൊന്നും വെച്ച് കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മുടെ അവിടുത്തെ ഉള്ള റിക്ഷ പോലെയാണ്, സൈക്കിൾ റിക്ഷ പോലത്തെ സാധനമാണ്. പക്ഷേ ഇതിന് ഇലക്ട്രിക്കാണ് സൈക്കിൾ റിക്ഷ വരുന്നത്. അപ്പാപ്പൻ ഇലക്ട്രിക് സംഭവത്തിലാണുള്ളത്. ഹെൽമെറ്റൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ അവിടെ സിഗ്നൽ ഗ്രീനായി. അപ്പോൾ നമുക്കിനി പോവാം. ഇവിടെ ഒരു അപ്പാപ്പൻ നല്ല സൂപ്പർ ലുക്കിൽ ഗ്ലാസ് ഒക്കെ വെച്ചിട്ട് നിൽക്കുന്നുണ്ട്. മോനുക്കാൻ്റെ കടാ. ഒരു മോനു എന്ന് പറഞ്ഞ ഷോപ്പൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. മോനുക്കാ, ട്രാഫിക് പോലീസ് സ്റ്റേഷൻ. പവർ വണ്ടിയൊക്കെ ഉണ്ട് കേട്ടോ നമ്മുടെ പുറത്ത്. നമ്മുടെ പിന്നെ ഇലക്ട്രിക് ആയതുകൊണ്ട് സൗണ്ടും ഇല്ല നമ്മുടെ വണ്ടി. അതുകൊണ്ട് ഞാൻ ചൈനീസിലൊരു പാട്ട് പാടി തന്നാലും എനിക്ക് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ചൈനീസിലൊരു പാട്ട് പാടാൻ പോവാണ് ഗൈസ്. നമ്മളെന്തായാലും ഇങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുകയാണല്ലോ. ശരി, അപ്പാപ്പൻ ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പാപ്പൻ ക്രോസ് ചെയ്യട്ടെ. അപ്പാപ്പാ, ഓക്കെ, താങ്ക് യു. അപ്പോൾ നമ്മൾ ചൈനീസിലൊരു പാട്ട് പാടാൻ പോകാം കേട്ടോ. എന്തായാലും സിഗ്നലിലൊക്കെ പെട്ടേക്കല്ലേ. നമ്മൾ അടിപൊളിയായി പാടിയിരുന്നില്ലേ? നാട്ടിലത്തെ ബസ് പോലത്തെ ഒരു വണ്ടിൻ്റെ കൂടെ. ഇതൊക്കെ ഇലക്ട്രിക് വണ്ടികളാണ് കേട്ടോ. ഇതേ അപ്പാപ്പൻ ഓടിക്കുന്ന ഐമ എന്ന് പറഞ്ഞ വണ്ടിയൊക്കെ ഇലക്ട്രിക്കാണ്. പിന്നെ ഈ ഒരു വണ്ടി, ഇതിൻ്റെ നിങ്ങൾക്ക് ലോങ് ആംഗിൾ വ്യൂ കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഇത് ഹൊലാല എന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് നമ്മൾ ഓൺലൈൻ ആപ്പ് വഴി നമുക്ക് ബുക്ക് ചെയ്യുക. ഈ ഹൊലാല എന്ന് എഴുതിയിട്ടുള്ളത് ഈ കാണുന്ന വണ്ടി. നമ്മൾ എന്തെങ്കിലും ഷിഫ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ നമുക്ക് റൂമിൽ നിന്ന് സാധനങ്ങൾ മാറ്റാൻ, അല്ലെങ്കിൽ വണ്ടി ഇടയിൽ ബ്രേക്ക് ഡൗൺ ആയിക്കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകാനൊക്കെ വേണ്ടിയിട്ട് ഈ ഹൊലാല എന്ന് പറഞ്ഞ ആപ്പിൽ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വണ്ടീൻ്റെ സൈസ് ഏതാണോ വേണ്ടിയിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇതാക്കുക. എന്നിട്ട് ആ വണ്ടി നമുക്ക് നേരെ വരും. അത് പല രീതിക്കുള്ള പിക്കപ്പാണ് വരിക. അപ്പോൾ നാട്ടിലത്തെ പോലെ ടാക്സി സ്റ്റാൻഡിൽ പോയിട്ട് പിക്കപ്പ് വിളിക്കുന്ന സ്കീമല്ല. നമ്മൾ എങ്ങനെയാണ് ഒരു ടാക്സി ബുക്ക് ചെയ്യുന്നത് അതേപോലെ തന്നെ നമുക്ക് ഓൺലൈനായിട്ട് തന്നെ ഈ ഒരു ഹൊലാല എന്ന് പറഞ്ഞ സംഭവം നമുക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ ഡോമെന്ന് അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറുന്ന സമയത്തും പിന്നെ നമുക്ക് വേറെ ഫ്രണ്ട്സിനും ഇതേ കണക്ക് മാറുന്ന സമയത്തൊക്കെ നമ്മൾ ഈ ഹൊലാല വെച്ചിട്ട് തന്നെയാണ് നമ്മുടെ ഷിഫ്റ്റിങ് കാര്യങ്ങൾക്കൊക്കെ വണ്ടി ബുക്ക് ചെയ്ത് തരുന്നത്. നമ്മൾ ഈ ഒരു സൈഡിലോട്ട് പോകുമ്പോഴാണ് നമ്മൾ സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഓപ്പോസിറ്റ് സൈഡ് ആ കാണുന്നതാണ് മൗണ്ടെയ്ൻസും സംഭവങ്ങളൊക്കെ വരുന്നത്. വില്ലേജ് ഏരിയാസും മൗണ്ടെയ്ൻസൊക്കെ വരുന്നത് ആ സൈഡിലോട്ടാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ഡയറക്ഷൻ വെച്ചിട്ടാണ് ഇപ്പോൾ പോണത്. കാരണം നമ്മൾ മറ്റേ ഓപ്പോസിറ്റ് വേറെ സൈഡിലോട്ട് പോവുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വീണ്ടും സിറ്റീൻ്റെ നടുക്കിലോട്ട് തന്നെ കയറുകയുള്ളൂ. ജോങ്ലു സൈഡിലോട്ടൊക്കെ കയറുകയുള്ളൂ. പിന്നെ അവിടെ നിന്ന് നമ്മൾ വില്ലേജിലോട്ട് കയറണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം 70 kilometers ഒക്കെ ഉണ്ട്. അപ്പോൾ അത് ഭയങ്കര ഡിസ്റ്റൻസ് കൂടുതലാണ്. പിന്നെ നമ്മുടെ ബൈക്കിൻ്റെ ഇതും വെച്ചിട്ട് രണ്ടാളും 70 kilometers ഒക്കെ പോയാൽ ഇത്തിരി ടാസ്ക് ആയിരിക്കും. കാരണം നമ്മൾ ഫുൾ ചാർജ് ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ചുമ്മാ അങ്ങനെ ഇരിക്കുകയല്ലേ. കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയി, ഈ ഒരാഴ്ച മൊത്തം ഹോസ്പിറ്റലിലൊക്കെ പോയി ഇങ്ങനെ ഒന്ന് മൈൻഡ് റിലാക്സ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ചുമ്മാ ഒരു റൈഡിന് വേണ്ടി ഇറങ്ങിയതാണ്. ഇത് ഞാൻ പറഞ്ഞല്ലോ, ഇത് സൈക്കിളിനും ഇതിനൊക്കെ പോകാൻ വേണ്ടിയിട്ടുള്ള വഴിയാണ് ഈ സംഭവം വന്നേക്കുന്നത്. ഇതിപ്പോൾ ബസ് ഇവിടെ വെയിറ്റിംഗ് ആണ്. ഇതെന്താ ഷ്വേയുവാനാണോ? ഷിയാൻ പെയ്ഹുവ യൂണിവേഴ്സിറ്റി ആണ് കേട്ടോ. ഇത് ഷിയാൻ പെയ്ഹുവ യൂണിവേഴ്സിറ്റി.
അപ്പോൾ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല മരങ്ങളും സംഭവങ്ങളൊക്കെ ആയിട്ട് ഇപ്പോൾ ഒരു തണലൊക്കെ കിട്ടുന്ന ഒരു ഏരിയയാണ് ഇത് വരുന്നത്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ബസ് സ്റ്റേഷൻസ് വരുന്നത് കേട്ടോ. അപ്പോൾ ഷിയാൻ പെയ്ഹുവ യൂണിവേഴ്സിറ്റിയാണ് ഈ റൈറ്റ് സൈഡിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഷിയാനിൽ തന്നെ അത്യാവശ്യം കുറേ യൂണിവേഴ്സിറ്റി ഉണ്ട്. ഷിയാനിൽ ടോപ്പ് യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂണിവേഴ്സിറ്റിയാണ് ഷിയാൻ ജിയാത്തോങ്. നമ്മൾ പഠിക്കണോണ്ട് അങ്ങനെ പറയുന്നതല്ല. ചൈനയിൽ തന്നെ ഒരു ടോപ്പ് 10 യൂണിവേഴ്സിറ്റിൻ്റെ ലിസ്റ്റിലുള്ളതാണ് ഷിയാൻ ജിയാത്തോങ് യൂണിവേഴ്സിറ്റി. ഡോൺ എവിടെ നിന്ന് കേട്ടോ? ഡോണാണ് നമ്മുടെ മാപ്പൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഈ വഴിയായിരിക്കും അല്ലേ? നമ്മൾ ഒരു ഏകദേശം ജിയോഗ്രഫി വെച്ചിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് ഹൈവേ വരുന്നത്. ഹൈവേ ഒന്നും പറയാൻ പറ്റില്ല, എക്സ്പ്രസ് വേ ഒന്നല്ല, നോർമൽ ഒരു ഹൈവേ ആണ് ഈ സംഭവം വരുന്നത്. എക്സ്പ്രസ് വേ വേറെ തന്നെ ഉണ്ട് ഇവിടെ. സിറ്റീസ് ടു സിറ്റീസ് കണക്ട് ചെയ്യാനായിട്ട് വേറെ എക്സ്പ്രസ് വേ ഉണ്ട്. ചങ്കാൻ ദാത്തോങ്, അവിടെ എഴുതിയേക്കണേ ചങ്കാൻ ദാത്തോങ് എന്നാണ്. അർത്ഥം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ഡിസ്ട്രിക്റ്റ് ആണ് ചങ്കാൻ എന്ന് പറയുന്നത്. ദാത്തോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, തോങ് എന്ന് പറഞ്ഞ ട്രാഫിക്കിൻ്റെ എന്തോ ബേസ് ചെയ്തിട്ടുള്ള അർത്ഥമാണ് ജിയാത്തോങ്ങും തോങ്ങൊക്കെ വരുന്നത്. അപ്പോൾ ദാത്തോങ് എന്ന് പറയുമ്പോൾ ദാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലുതാ അർത്ഥം. അപ്പോൾ ചങ്കാൻ ദാത്തോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചങ്കാൻ ബിഗ് ഡിസ്ട്രിക്റ്റ് അല്ല, ചങ്കാൻ ബിഗ് ട്രാഫിക്, ബിഗ് റോഡായിരിക്കും. ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് നോക്കി ചങ്കാൻ ദാത്തോങ് എന്താണ്. ഷിമാലു ഇത് ഇവിടുത്തെ ലാസ്റ്റ് മെട്രോ സ്റ്റേഷൻ ആയതുകൊണ്ട് തന്നെ ഇവിടെ കൂടുതൽ ടാക്സിക്കാർ ഇവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. കാരണം അപ്പുറത്തെ ആ സൈഡിലോട്ടൊക്കെ പോകാനായിട്ട് ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവിടെ ടാക്സീസ് കുറേ ഉണ്ട്. ചാങ് നിങ് ഗോങ് എന്നാണ് ഈ ഒരു മെട്രോ സ്റ്റേഷൻ്റെ പേര് വരുന്നത്. അപ്പോൾ നമ്മൾക്കിനി ഇവിടെ നേരെ ഇങ്ങനെ പോവാം. ഗൈസ് കാണൂ, ഒരു പാലമാണ്, ചൈനയിലത്തെ ഒരു പാലം. അപ്പോൾ ഈ റെഡ് ലൈനിൽ കൂടെ നമുക്ക് സ്കൂട്ടി, സൈക്കിള് സാധനങ്ങൾക്കൊക്കെ പോവാം. ഇലക്ട്രിക് സാധനങ്ങൾക്കൊക്കെ, ഇലക്ട്രിക് ചെറിയ സ്കൂട്ടികൾക്ക്, 2 വീലേഴ്സിനൊക്കെ പോകാനുള്ള സംഭവം. അപ്പുറത്ത് കൂടെ പോകണത് മൊത്തം നമ്മുടെ വലിയ വണ്ടികളായിരിക്കും. അപ്പോൾ നിങ്ങൾക്കറിയാലോ, അത്രയും ഒരു സേഫ്റ്റീൻ്റെ ഭാഗം വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഫ്രണ്ടിലാണ്. കുറേ തണ്ണിമത്തനൊക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഏതെങ്കിലുമൊക്കെ കട വേണമെച്ചെങ്കിൽ ഒന്ന് നോക്കിയിട്ട് എന്താണ് വിലയും സംഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ചു നോക്കാം. സൈഡിലൊക്കെ കുറേ റോസാപ്പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഫ്രണ്ട്സ്. ഇനി ഈ സൈഡിലോട്ട് മൊത്തം ഇങ്ങനെ ചെറിയ കുഞ്ഞു കടകളും സംഭവങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഏരിയയാണ്. എവിടെയും വേറെ ഫ്രൂട്ട്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അരിവാൾ ചുറ്റിങ് നക്ഷത്രം ഉണ്ടോ ഇവിടെ? പാർട്ടി ഓഫീസാണോ? ഇവിടെ ഒരുവിധം ഏതൊരു ഓഫീസിൽ പോയാലും, അതിപ്പോൾ നമ്മുടെ യൂണിവേഴ്സിറ്റി ആണെങ്കിലും ഡോമാണെങ്കിലും ഒരു ബിസിനസ് മീറ്റിങ്ങിന് എന്തിനു പോവുകയാണെങ്കിലും അവിടെ ഈ കമ്മ്യൂണിസ്റ്റിൻ്റെ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൻ്റെ മറ്റേ ഇത് വെച്ചിട്ടുണ്ടാവും, ആ സിമ്പൽ വെച്ചിട്ടുണ്ടാവും. പിന്നെ കുറേ സ്ഥലത്തെല്ലാം പ്രസിഡൻറ്റിൻ്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ടുണ്ട്. അങ്ങനെ അവർ ആ ഒരു റെസ്പെക്റ്റൊക്കെ കാണിക്കുന്ന ഒരു സംഭവമാണ്. അത് പറഞ്ഞത് നിങ്ങൾ ആരും വളവും തിരിവൊന്നും കണ്ടിട്ടില്ലെങ്കിൽ നമ്മൾ നേരെ ആയിട്ടോ പോയി. നമ്മളിപ്പോൾ നേരെയാണ് പോയിക്കൊണ്ടിരിക്കുന്നതാണ് ഡോൺ പറയുന്നത്. ഇത് ഇവിടെ ചോളകം കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ ഈ സൈഡിലോട്ട്. നിങ്ങൾക്ക് ആ മലയുടെ ടോപ്പ് എൻഡ് കാണാൻ പറ്റുമോ എന്നുള്ളത് അറിയില്ല. ആ ടോപ്പിൽ അവിടെ ഒരു അമ്പലമുണ്ട്. അതാണ് നമ്മൾ അന്ന് പോയ ഒരു വീഡിയോ ഒക്കെ നമ്മൾ വ്ളോഗായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. ഊത്തായ് മൗണ്ടൻസ് എന്ന് പറഞ്ഞ ഒരു ബുദ്ധൻ്റെ ഒരു ക്ഷേത്രമാണ് ആ ഏറ്റവും മുകളിലുള്ളത്. ആ പീക്ക് ആ പോയിന്റിലുള്ളത് അത് ചൈനയിലത്തെ തന്നെ ഒരു പീക്കസ്റ്റ് പോയിൻ്റാണ് ആ സംഭവം വരുന്നത്. നമ്മളിങ്ങനെ റോട്ടിൽ കൂടെ പോകുമ്പോൾ ഒരു ട്രാക്ടറൊക്കെ കണ്ടു കേട്ടോ. അത് ചൈനീസ് ട്രാക്ടറാണ് ഈ കാണുന്നത്. കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ചൈനീസ് അപ്പാപ്പൻ ട്രാക്ടർ ഓടിക്കുന്നുണ്ട്. നമ്മളിതിന് ട്രാക്ടർ ഉണ്ടെന്ന് ഓവർടേക്ക് ചെയ്തപ്പോൾ എഞ്ചിനൊന്നും കുഞ്ഞു എഞ്ചിൻ ഫ്രണ്ടിൽ. അപ്പോൾ നമ്മളിങ്ങനെ പോണ വഴിക്ക് അവിടെ ഒരു മുന്തിരി കൃഷീൻ്റെ സ്ഥലം കണ്ട്. അപ്പോൾ ഇവിടെ ഒരു അമ്മച്ചി മുന്തിരി വിൽക്കാനും വെച്ചിട്ടുണ്ട്. ഡോൺ ഇവിടെ ഇറങ്ങി ആകെ വെയിലൊക്കെ കൊണ്ടിട്ട് നിൽക്കുന്നുണ്ട്. എന്താണ് ഡോൺ പറയാനുള്ളത്? നമ്മൾ മുന്തിരി കൃഷി കാണണോ അമ്മച്ചിയുടെ അടുത്ത് മുന്തിരിക്ക് വില എന്താണെന്ന് ചോദിക്കണോ? അയ്യേ നീ ഹാ是在这里的葡萄吗？啊，是我家的。我家的，我们可以看看这边吗？进去。啊，可以。可以。那边关了吗？啊？那边关了还是开门吗？没开着。没开吗？开着，你进去吧。我们可以去自己塞啊。自己可以吗？啊，
അപ്പോൾ നമുക്ക് അവിടെ ഉള്ളിലോട്ട് പോയിട്ട് കാണിച്ചു തരാമെന്നാണ് പറഞ്ഞേക്കുന്നത്. പൂത്ത ദോശയാന്താ പൂത്ത ദോശയാ ദോശയാ ദോശ 6块一斤6块吗啊明白了好我们可以看看吗好的谢谢അപ്പോൾ നമ്മുടെ ആയി പറഞ്ഞ് നമുക്ക് ഉള്ളി പോയിട്ട് കാണിച്ചു തരാം. 1/2 കിലോന് വരുന്നത് 6块അല്ലേ പറഞ്ഞു 6 രൂപയാണ് 6 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാട്ടിലത്തെ ഒരു 70 രൂപ. നമ്മൾ നേരെ പോവാണ്. 这个可以可以下可以给你试大可以可以这红刀的红枣的好可以好嘞一个可以一个可以一个可以ഇതാണ് നമ്മുടെ മുന്തിരിത്തോട്ടം. അങ്ങനെ നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് കയറാൻ പറ്റി. ഇതേ ഡോൺ ഇവിടെ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. പറഞ്ഞ മേടിക്ക ജമ്മ ദാദാ ഇത് ഭയങ്കര വലുതാണ്. അപ്പോൾ നമ്മൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉള്ളിൽ കയറി. ചൈനയിലെ മുന്തിരിത്തോട്ടം അപ്പോൾ നമ്മൾ നേരെ ഈ അയ്യൻ്റെ അടുത്ത് നിന്ന് ഒരു കൊല മുന്തിരി മേടിക്കാൻ പോവുകയാണ്. എത്ര വെയിറ്റ് നോക്കിയിട്ട് നമുക്ക് ആയി പറഞ്ഞു തരും. ആയി ഇതിലത്തെ പൊട്ട സാധനങ്ങളൊക്കെ എടുത്ത് മാറ്റുക കേട്ടോ. നല്ലൊരു ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അർത്ഥം വരുന്നത് ആൻറ്റി എന്നാണ് അർത്ഥം വരുന്നത്. അയ്യേ സമല ഓ ഉത്തമായ ഹാദാ അപ്പോൾ നമുക്ക് വേണ്ടിയിട്ടെല്ലാം സെറ്റാക്കി തന്നിട്ടുണ്ട്. ഇവിടെ ചെറിയ സൈസ് അങ്ങനെ വലിയ സൈസിലുള്ളതൊക്കെ ഉണ്ട്. നമ്മളപ്പോൾ ഇതൊരെണ്ണം മേടിക്കാനാണ് പ്ലാൻ. കയ്യ ദോശയാ ദോശയാ多少钱？多少钱？俺没吃呢。要吃一下。你要这个？要这个。要这个。可以，现在可以尝一尝吗？可以的。可以。അപ്പോൾ ഗൈസ് നമ്മൾ ഇതൊന്ന് കഴിച്ചു നോക്കുകയാണ് ഇവിടെ നിന്ന്.好吃的很好吃的10块钱好的അപ്പോൾ നമ്മൾ മേടിച്ചേക്കണത് 10 യുവാനാണ് ഇതിന് വേണ്ടി വന്നേക്കണത്. ഇത്രയും ഒരു മുന്തിരിക്ക് റേറ്റ് വന്നേക്കണത് 120 രൂപ. നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഗ്രേപ്സ് ഒക്കെ മേടിച്ചു. ഇതേ ഡോൺ ഉണ്ട് നമ്മുടെ ഒപ്പം. ബസ്സൊക്കെ അപ്പുറത്ത് കൂടെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ യാത്ര തുടരുകയാണ് ഗൈസ്. ബൈ അയ്യേ ബൈ. നമ്മുടെ യാത്ര തുടരുകയാണ്. ഇനി നമ്മൾക്ക് എങ്ങോട്ട് പോകണമെന്ന് അറിയില്ല. ചുമ്മാ അങ്ങനെ പോവാം നമുക്ക്. ഇതേ ഇവിടെ റോസപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ ഫ്രണ്ട്സ്.红酒吗？红酒吗？葡萄酒。多少钱？多少钱？哎，等一下，你说多少钱？你不知道，好，我们来，可以，下次来，好。ഗ്രേപ്പ് വൈനൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ നമ്മൾ എത്ര റേറ്റ് സംഭവങ്ങളൊക്കെ ചോദിച്ചപ്പോൾ പയ്യൻ അതായത് പയ്യൻ്റെ കയ്യിൽ ഫോണില്ല. പയ്യൻ വാച്ചിലാണ് ഇവിടെ സംഭവങ്ങളൊക്കെ വരുന്നത് ഫ്രണ്ട്സ്. വാച്ചിൽ വിളിക്കാൻ പറ്റും, മെസ്സേജ് അയക്കാൻ പറ്റും, വീചാറ്റിൽ കൂടെ പേയ്മെൻറ്റ് നടത്താൻ പറ്റും, എല്ലാം പറ്റും. അപ്പോൾ പയ്യൻ വാച്ച് എടുത്തിട്ട് വിളിച്ച് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. പാരൻസിനെ വിളിച്ച് ചോദിക്കാനായിരിക്കും. അപ്പോൾ അതേ നമ്മൾ ഏതോ ഒരു അറിയാത്ത വഴി കൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് ഫ്രണ്ട്സ്. രണ്ട് സൈഡിലും കാട് പോലത്തെ ഏരിയയാണ്. നമ്മളിങ്ങനെയൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. ചൈനയിൽ ഇങ്ങനത്തെയൊക്കെ സ്ഥലങ്ങളുണ്ട്. ഗ്രാമങ്ങളിലെ ഭാഗങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യുക. നമുക്ക് നോക്കി നോക്കാം നമ്മളിനി എവിടെയൊക്കെയാണ് എത്തണത് എന്നുള്ളത്. ഇത് ഹൈടെക് ഗ്രാമമാണ് ഫ്രണ്ട്സ്. ഇതൊക്കെ ചൈനയുടെ ഗ്രാമപ്രദേശങ്ങളാണ് കേട്ടോ. ഷാൻസി പ്രൊവിൻസിലെ സിയാനിലെ കുറച്ച് ഗ്രാമപ്രദേശങ്ങളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയും അത്യാവശ്യം വലിയ വലിയ വീടുകളൊക്കെ തന്നെയാണുള്ളത്. നിങ്ങൾ കാണൂ ഗൈസ്, ഈ ഒരു ഗ്രാമത്തിൽ വരെ ഇവിടെ
റീസൈക്ലിങ്ങും, അതായത് റെസിഡ്വൽ വേസ്റ്റ്, ഹസാർഡസ് വേസ്റ്റ്, റീസൈക്കിൾ, അങ്ങനെ എല്ലാ വേസ്റ്റിൻ്റെയും സംഭവങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതും ഇവർ പെർഫെക്റ്റായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഇവിടുത്തേക്ക് ഏറ്റവും വലിയ കാര്യം. കുറേ അപ്പാപ്പന്മാരും അവരൊക്കെ അവിടെ ഇരുന്നിട്ട് പുറത്തിരുന്നിട്ട് സംസാരിക്കുക കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഗ്രാമപ്രദേശങ്ങളിലത്തെ കുറച്ച് വിഷ്വൽസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ ചൈനയിലത്തെ ഒരു ഗ്രാമത്തിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ഫുള്ള് വരുന്നത് സോളാറിലാണ് ഈ ലൈറ്റുകൾ വരുന്നത്. ഓരോ 50 മീറ്റർ 100 മീറ്ററിൽ ഇവിടെയും ക്യാമറ ഉണ്ട്. അത്രയും സേഫാണ് ചൈന എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു ഗ്രാമപ്രദേശത്തേക്ക് കടന്നാൽ പോലും അത്രയും ക്യാമറാസും സംഭവങ്ങളാണ് ഈ ഒരു ഭാഗത്തുള്ളത്. അതുകൊണ്ടാണ് നമുക്കൊരിപ്പോൾ ഫോറിനർ ആണെങ്കിൽ കൂടി നമുക്ക് ഭാഷ അധികം അറിയില്ലെങ്കിലും നമുക്ക് ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോകാനും നമുക്ക് വലിയ പേടിയില്ലാത്തതിൻ്റെ മെയിൻ കാര്യം അതാണ്. എല്ലായിടത്തും ക്യാമറയും സംഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മളതിനെ ആരും ആക്രമിക്കില്ല എന്നോ നമ്മളതിനെ ആരും ഉപദ്രവിക്കാൻ വരില്ല എന്നുള്ള ആ ഒരു ധൈര്യം നമ്മുടെ ഒപ്പം തന്നെ ഉണ്ട്. പിന്നെ നമുക്ക് ഏത് സമയത്ത് പോലീസ് സംഭവങ്ങളൊക്കെ നമുക്ക് ആക്സസ് ഉള്ളതുകൊണ്ട് ഇത്രയും നല്ലത്. അവിടെയൊക്കെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം, അതൊക്കെ ഫുള്ള് ക്യാമറാസാണ് വരുന്നത്. അപ്പോൾ നമ്മൾ ഏതൊക്കെ വഴി പോകണ്ടോ എന്നുള്ളത് അവർ നോക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മൾ അത്രയും ഒരു സേഫ്റ്റീൻ്റെ ഭാഗമായിട്ടാണ് നമ്മളിത് കാണേണ്ടത്. ചൈനയിൽ ഓഫ് റോഡ് കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ലെഫ്റ്റ് അല്ലേ? നമ്മളിപ്പോൾ ഒരു ചൈനീസ് ഫ്രണ്ടിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചൈനീസ് ഫ്രണ്ടിനെ വിളിച്ചപ്പോൾ ഈ ഒരു ഏരിയയിൽ കുറച്ച് ഫുഡും സംഭവങ്ങളൊക്കെ കിട്ടുന്ന സ്ഥലമാണ്. ഇവിടെ നമുക്ക് സ്റ്റേ ചെയ്യാനും ഓപ്ഷൻസ് ഉണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മളൊന്ന് ഇവിടേക്ക് ഒന്ന് നോക്കി നോക്കാം. വേറെ ഒരു സ്ട്രീറ്റിലോട്ട് എത്തിയേക്കുകയാണ്. ഇവിടെ വേറെ കുറേ കടകളൊക്കെ ഉണ്ട്. ഇത് നമ്മുടെ സിയാൻ സിറ്റിയിൽ നിന്ന് മാറിയിട്ട് ഉള്ളൊരു സ്ട്രീറ്റിൻ്റെ ഭാഗത്താണ് നമ്മളുള്ളത്. ഏകദേശം വൂത്തായിൻ്റെ അടുത്തുള്ളൊരു സ്ഥലം തന്നെയാണിതും. അപ്പോൾ നമുക്ക് ഇവിടത്തേക്ക് ഒന്ന് കടകളൊക്കെ നോക്കാം. പിന്നെ അത് പറഞ്ഞ പോലെ തന്നെ ഇവിടെ തന്നെ നമ്മൾ സ്റ്റേൻ്റെ കാര്യം നോക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മീനാണെന്ന് കഴിക്കാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇവിടെ മീനിനെ പിടിക്കുന്നുണ്ട്, നമ്മുടെ പയ്യനെ ഇവിടെ മീനിനെ പിടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ വലിയൊരു മീനിനെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്ത 这个是黑鱼啊，黑鱼啊，这是带鱼鳞的鱼啊，这个鱼好吃，就是有一点点刺。可以啊，这个可以。哦，那就给你杀了。പിന്നെ തലക്കടിച്ച് കൊന്നു ഗൈസ്.好了，那给你杀了。തലക്കടിച്ച് കൊന്ന് ഇവിടെ ക്ലീനാക്കി കൊണ്ടിരിക്കുകയാണ് ഈ പയ്യൻ. കിച്ചൺ വരുന്നത്. അപ്പോൾ നമ്മളിന്ന് ഈ ഒരു ഫുഡാണ് കഴിക്കാൻ പോകുന്നത്. ഇവിടെ ആണ് റെസ്റ്റോറൻറ്റ്. ഇവിടെ റിസപ്ഷൻ. ശരി. അവിടെ ഒരു ആയി നൂഡിൽസ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. അങ്ങനെയാണ് നൂഡിൽസ് ഉണ്ടാക്കുന്നത്. അവിടെ അടിച്ചടിച്ചിട്ടാണ് നമ്മൾ പൊറോട്ട അരത്തണ പോലെ അവിടെ അങ്ങനെ അടിച്ചടിച്ച് നൂഡിൽസ് ഇതാക്കിയിട്ട് ആ ഒരു ബൗളിലോട്ട് തിളയ്ക്കുന്നതിലോട്ട് ഇടുകയാണ്. പിന്നെ നമ്മുടെ ശിഷ്യ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫിഷിലേക്ക് ആഡ് ചെയ്യാനുള്ള ഏതാണോ ഫ്ലേവർ വേണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഇതാണ് പറഞ്ഞേക്കുന്നത്. ഇത് ഒടുക്കത്തെ സ്പൈസ് ആയിരിക്കും. ഇത് ടൊമാറ്റോ വെച്ചിട്ടുള്ള സംഭവമാണ്. അപ്പോൾ ഇത് ഒരു മീഡിയം സ്പൈസി സാധനം. ഇത് കോക്കനട്ട് മിൽക്ക് വെച്ചിട്ടുള്ള തേങ്ങാപ്പാൽ വെച്ചിട്ടുള്ള സംഭവമാണ്. ഇത് കൂടുതലും ഹോങ്കോങ്ങിലുള്ള ആൾക്കാർ കഴിക്കണതാണ് ഈ സംഭവം. പിന്നെ അതിനുശേഷം ഇവിടേക്ക് വേറെയും കുറേ തരത്തിലുള്ള ഫുഡുണ്ട്. പിന്നെ ഇങ്ങനത്തെ ഫുഡ് വരുന്നുണ്ട് കേട്ടോ. ഇത് നല്ല ടേസ്റ്റ് ഉള്ളതാണ്. ഇത് ഗാർലിക്കിൻ്റെ ആ സംഭവം വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഉള്ള ഓപ്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ പോർക്ക് റിബ് വരുന്നുണ്ട്. പിന്നെ ഫിഷ് ഫ്രൈസ് വരുന്നുണ്ട്. പിന്നെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ബീഫിൻ്റെ ഐറ്റം ഉണ്ട്. പിന്നെ വെജിറ്റബിൾസിൻ്റെ കുറേ ഐറ്റംസ് ഉണ്ട്. പിന്നെ കോഴിക്കാല്, നമ്മുടെ സ്വന്തം കോഴിക്കാല്. പിന്നെ ഇവിടേക്ക് വേറെയും കുറേ മീറ്റിൻ്റെ സാധനങ്ങളുണ്ട്. ഇത് നമ്മുടെ ഇത് ഏത് റോയാണിത്? മാറോ എടാ, ഹോഴ്സ് മീറ്റ്. ഇത് മാറോ ആണോ ഹോഴ്സ് മീറ്റ്. നാളെ അപ്പോൾ നമുക്കൊന്ന് വേണമെങ്കിൽ ഹോഴ്സ് മീറ്റ് ഒന്ന് കഴിച്ചു നോക്കാം. പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ വേറെയും കുറച്ച് പല രീതിക്കുള്ളതൊക്കെ പോർക്കിൻ്റെ എന്തൊക്കെ സാധനങ്ങളാണ്. പിന്നെ ഇത് പോർക്കിൻ്റെ ഒരു കാലുണ്ട്. പിന്നെ അങ്ങനെ കുറേ തരത്തിലുള്ള ഫുഡ് വെറൈറ്റീസ്. അപ്പോൾ നമ്മളെന്തായാലും ഇന്ന് ഫിഷ് കഴിക്കാനാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. ഇത് ബ്രിഞ്ചാൾ വെച്ചിട്ടുള്ള ഒരു അടിപൊളി സാധനം കേട്ടോ ഗൈസ്. ഇത് ചൈന വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായാലും ചൈനീസ് സ്പെഷ്യൽ ബ്രിഞ്ചാൾ ഐറ്റംസ് ഒക്കെ കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇത് ക്യാബേജ് വെറുതെ സാലഡ് പോലത്തെ സാധനം.
പിന്നെ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഇത് നമ്മുടെ ഫ്രൈഡ് റൈസാണ്. പിന്നെ ഇത് സ്വീറ്റ് ആയിട്ടുള്ളൊരു സംഭവം, ഇത് ബ്രെഡാണ്. അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ നമുക്ക് ഏതൊരു റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാലും ആദ്യം തരിക ചോപ്സ്റ്റിക്സും പിന്നെ ഇങ്ങനത്തെ ഒരു ബൗൾ തരുന്നുണ്ടാവും. മിക്ക റെസ്റ്റോറൻറ്റിലും അത് തരുന്നതാണ്. ഇത് നമുക്ക് സൂപ്പ് കുടിക്കാനും പ്ലേറ്റും സംഭവങ്ങളും അതിലൊരു സ്പൂണും ഉണ്ടാവും. അപ്പോൾ ഇത് ഡോൺ ഇവിടെ ഫുഡിന് വേണ്ടി റെഡി ആയിട്ടുണ്ട്. ഡോൺ എന്താണ് പറയാനുള്ളത്? ഫിഷ് കഴിക്കാൻ റെഡിയാണോ ഡോൺ? നമുക്ക് ഫിഷ് അടിച്ച് സെറ്റാക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മുടെ ഫിഷ് വരട്ടെ. ഇവിടെ ബാക്കി ആൾക്കാരൊക്കെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ചൗഫാൻ ഇവിടെ എത്തിയേക്കാണ്. ഇതാണ് നമ്മുടെ ഫ്രൈഡ് റൈസ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത നമ്മുടെ ഫിഷിൻ്റെ ഐറ്റം. അപ്പോൾ ഇതിൽ ഈ കിടക്കുന്നത് മൊത്തം സിച്ചുവാൻ പെപ്പറാണ്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്തായിരിക്കും ടേസ്റ്റ് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ പിന്നെ ഒരു ബൗള് റൈസും ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് നമുക്കിനി കഴിച്ച് നോക്കാം. നമ്മുടെ സ്പൈസി ആയിട്ടുള്ള സംഭവം വന്നേക്കാണ്. അപ്പോൾ നമുക്കിതിനി കഴിച്ച് നോക്കാം. സ്പൈസി അല്ല, അതൊരു സെസമ ആ ഒരു ഫ്ലേവറിലുള്ളതാണ്. ഇതിൻ്റെ ഉള്ളിൽ തോഫും ഉണ്ട്, പിന്നെ പൊട്ടറ്റോ ഉണ്ട്, പിന്നെ ഇത് മഷ്റൂമാണ്, പിന്നെ കുറേ ഇലകളും സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതേ കണ്ടോ, കുറേ ഇലകളൊക്കെ ഇട്ടിട്ടുള്ള ഒരു സൂപ്പ് പോലത്തെ സംഭവമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതൊക്കെ കഴിച്ച് നോക്കാം. അപ്പോൾ നമ്മളൊരു ചെറിയ പീസ് മീൻ എടുത്തിട്ടുണ്ട്. മീൻ ഇങ്ങനെ കഷ്ണമാക്കിയിട്ടുള്ളതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ചൈനീസ് മീൻ കറി വിത്ത് റൈസ്. അപ്പോൾ അതെ നമ്മൾ റൈസ് ചോപ്സ്റ്റിക്സിലെടുത്ത് റൈസ് കുറച്ച് കഴിച്ചു. പിന്നെ നമ്മുടെ മീൻ കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ നല്ല എരിവ് അങ്ങനത്തെ സംഭവമൊന്നുമില്ല. ഇനി നമുക്ക് ഇന്നൊരു ഇല എടുത്ത് കഴിച്ച് നോക്കാം. ഇല ഉണ്ട്. അപ്പോൾ ഇലയും നമ്മൾ ഈ ബൗളിലാക്കി ഇല എടുത്ത് കഴിച്ച് നോക്കാം. സൂപ്പർ. അങ്ങനെ നമ്മുടെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേക്കാണ്. നമ്മൾ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല സെറ്റ് ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ ഇവിടെ ഡോണത്തെ പൈസ കൊടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ഈ സ്ഥലത്താണെന്ന് സ്റ്റേ ചെയ്യണത്. അപ്പോൾ നമ്മൾ ഫിഷൊക്കെ കഴിച്ച് കഴിഞ്ഞ് വന്നു. അതിനുശേഷം നമ്മളവിടെ ബൈക്ക് ചാർജ് ചെയ്യാൻ വെച്ചു. അപ്പോൾ ഫ്രണ്ട്സ്, ഇനി നമുക്ക് നാളെ ബാക്കി വിശേഷങ്ങളുമായിട്ട് കാണാം. അടുത്ത പാട്ടായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്യണതാണ്. അപ്പോൾ ഡോൺ, അപ്പോൾ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്.